പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ദൈവം യോശുവയോട് പറഞ്ഞൊരു വാക്ക്. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവം യോശുവയെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുകയാണ്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനെ നിന്റെ നേരെ നിൽക്കുകയില്ല. എന്തൊരു ഉറപ്പ് അധികം പറയുന്നത്. ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിട്ട് ഒരു അധികാരം കൂടെ ദൈവം യോശുവയുടെ കയ്യിൽ കൊടുക്കുക. നമ്മുടെ ദൈവത്തിന്റെ വലിയൊരു പ്രത്യേകത, ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മേൽ ചില അധികാരം ഏൽപ്പിക്കുക, ചില അവകാശങ്ങൾ നമ്മുടെ മേൽ ഏൽപ്പിക്കുക. ഇവിടെ യോശുവയോട് പറഞ്ഞ പ്രത്യാശയുടെ വചനം എന്താണെന്ന് അറിയാമോ? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു ശത്രു നിന്റെ നേരെ നിൽക്കത്തില്ല. അത്രയ്ക്കുള്ള ബലം ഞാൻ നിന്റെ മേൽ നൽകുക. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അടുത്ത തൊട്ട് താഴെ വായിച്ചത് ഇങ്ങനെയാണല്ലോ നമ്മള് കേട്ടത്: ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ എന്നു മുതൽ ഇരിക്കാൻ പോവാ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഒരു ശത്രുവും നിങ്ങളുടെ നേരെ വരത്തില്ലെന്ന്. നിങ്ങളെ തകർക്കുമെന്നുള്ള വാദഗതികളുമായിട്ട് പിശാച് വന്നിരിക്കാം. പക്ഷെ നിങ്ങളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം യോശുവയിൽ നിന്നും അതേ അധികാരം കൈമാറി മോശയിൽ നിന്നും യോശുവയിലേക്ക് കൈമാറുമ്പോൾ യോശുവോട് പറഞ്ഞ ദൈവവചനമാണ്, ഒരു ശത്രുവും നിന്റെ പേര് നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം മോശയുടെ മേൽ പകർന്നത് പോലെയുള്ള ദൈവകൃപയാൽ ഞാൻ നിന്നെയും ബലപ്പെടുത്താൻ പോകുകയാണ്. ഇത് പകൽക്കാലം നമ്മുടെ മേൽ ഒരു അധികാരമുണ്ട്. യേശു കർത്താവിനെ അറിഞ്ഞ ദൈവവൈതലിന് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. സകലത്തെയും തകർത്ത് കളയുവാൻ, നമ്മുടെ മുൻപിൽ വരുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള അധികാരത്തിന്റെ ചെങ്കോൽ ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ ചെല്ലുന്നിടത്ത് തോൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. പണത്തിന്റെ കുറവ് കാണാം നിങ്ങൾക്ക്, ഒരുപക്ഷെങ്കിൽ മറ്റു പലതിലുള്ള കുറവുകൾ നിങ്ങൾക്ക് കാണാം. പക്ഷെ ദൈവശക്തിയുടെ കുറവില്ലാതിരുന്നാൽ മതി, എല്ലാത്തിനും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. ഉപവാസത്താലും പ്രാർത്ഥനയാലും നേടിയെടുക്കുന്ന ദൈവശക്തിയുടെ മുൻപിൽ സകല ശത്രുക്കളും മുട്ടുമടക്കും. സകല പൈശാചിക പോരിന്റെ ബന്ധനങ്ങളും ശക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കീഴടങ്ങും. ലക്ഷോപലക്ഷം ജനത്തെ നയിക്കുവാൻ യോശുവയ്ക്ക് എവിടുന്നാ ബലം കിട്ടിയത്? ദൈവത്തിന്റെ ബലം അവന്റെ മേലുണ്ട്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. അപ്പൊ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് മലക്കാലം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ ഇന്ന് എവിടേക്കാ പോകുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഓഫീസ് കാര്യങ്ങൾ പോവുകയാണോ? നിങ്ങൾ ജോലിക്ക് പോവുകയാണോ? യേശു കർത്താവ് പറയും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ടെന്ന്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ശത്രു വഴിയിലുണ്ടെന്ന്. പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. ദാനിയേലിനോട് ദൈവം പറഞ്ഞത്, ഞാൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് നിന്നെ വിടാൻ പോവാ. ദൈവത്തിന് വേണമെങ്കിൽ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ വീഴ്ത്താതെ തന്നെ രക്ഷപ്പെടുത്താമായിരുന്നു. ആ 3 ബാലന്മാരെ തീയിൽ വീഴാതെ തന്നെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ അവരെ തീയിലേക്ക് ഇട്ടതും സിംഹത്തിന്റെ ഗുഹയിലേക്ക് പറഞ്ഞു വിട്ടതൊക്കെ ദൈവത്തിന്റെ അനുവാദത്തോടു കൂടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദൈവത്തിന് അറിയാം തന്റെ ഭക്തന്മാരെ സിംഹത്തിൽ നിന്ന് വിടുവിക്കുവാൻ തനിക്ക് കഴിയും. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സിംഹത്തിന്റെ ഗുഹയിൽ വീണേലേ പറ്റൂ. തീയിൽ വീണെങ്കിലേ തീയിൽ നിന്നുള്ള നമ്മൾ രക്ഷപ്പെടുമ്പോൾ അനുഭവം മനസ്സിലാകത്തുള്ളൂ. ഇന്ന് ഞാനും നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രതികൂലങ്ങൾ ദൈവത്താൽ വന്നതെന്ന് വിശ്വസിക്കരുത്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഇപ്പോൾ വന്ന കഷ്ടം നിങ്ങൾക്ക് തിന്മയ്ക്കല്ല, നിങ്ങൾക്ക് നന്മയ്ക്കെന്ന് വിശ്വസിക്കരുത്. ആകയാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്.
നിങ്ങളെ സഹായിക്കും, നിങ്ങളെ നടത്തും. നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളും ദൈവം വിടുവിച്ചോളും. വിശ്വസിക്കുക. ആ കർത്താവിന്റെ കാര്യത്തിൽ പിടിച്ചോണ്ട് പറയാം, കർത്താവേ, അങ്ങല്ലാതെ എനിക്ക് സഹായിപ്പാൻ വേറെ ആരുമില്ല എന്ന് ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് പറയാമോ? എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ദേശത്തിരുന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിലും ദൈവം നിങ്ങളോട് പറയാൻ പറയുന്നു, യേശു കർത്താവിനോട് നിങ്ങൾ പറ, മധ്യസ്ഥൻ കർത്താവാണ്. ഭൂമിയിൽ നമുക്ക് മധ്യസ്ഥരായി വേറെ ആരുമില്ല. കർത്താവിനോട് പറ, കർത്താവെ, അങ്ങല്ലാതെ എന്നെ സഹായിപ്പാൻ വേറെ ആരുമില്ല. മോശയിൽ നിന്ന് യോശുവയിലേക്ക് പകർന്നതുപോലെ യോശുവയുടെ കൂടെ ഇരുന്ന ദൈവമേ, എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഇന്ന് പലക്കാലം ഒന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിന്റെ പലക്കാലം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. എല്ലാ പ്രതികൂലങ്ങളും മാറും, വിഷമങ്ങളൊക്കെ മാറും, സങ്കടങ്ങൾ മാറും, സന്തോഷം നിങ്ങൾക്ക് ദൈവം നൽകും. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പലക്കാലം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.